ഹായ്. വെൽക്കം. അൻഷാദ് അതെ, കായംകുളം, അൻഷാദ് ജ്യോതിഷ് തിരുവനന്തപുരം. ഓക്കെ. എന്ത് ചെയ്യുന്നു? ഞാൻ ഇപ്പോൾ ഡിഗ്രി കഴിഞ്ഞു. ഓക്കെ. എന്തായിരുന്നു ഡിഗ്രി? BA ഇംഗ്ലീഷ്. ഇംഗ്ലീഷ് ലിറ്ററേച്ചർ. ഞാൻ ഗൾഫിലായിരുന്നു. ഇപ്പം നാട്ടില് ചെറിയ പ്രോഗ്രാമും മാപ്പിളപ്പാട്ടിന്റെ പരിപാടിയൊക്കെ ആയിട്ട് ഇങ്ങനെ പോകുന്നു. ഓക്കെ, ഫൈൻ. അപ്പം എന്തൊക്കെയാണ് ഇന്ന് ചെയ്യുന്നത്? ആദ്യം നമ്മുടെ ആക്ടർ സിദ്ദീഖയുടെ വോയിസിലേക്ക് പോകും. ഓക്കെ, ഫൈൻ. നമ്മൾ പുറമേ നോക്കുമ്പോൾ ചെല്ലാൻ തോന്നുന്നവരാണ് ജീവിതത്തിൽ ഏറ്റവും വിജയം കൈവരിച്ചിട്ടുള്ളത്. ഈ കാപ്പി ഉണ്ടാക്കാൻ അറിയാൻ പാടില്ലാത്തവർ അതുണ്ടാക്കുന്ന പോലെയാണ് ഈ മാരേജ് ലൈഫ് എന്ന് പറയുന്നത്. ചിലപ്പോൾ കടുപ്പം വല്ലാണ്ടങ്ങ് കൂടും, ചിലപ്പോൾ തീരെ കുറവായിരിക്കും. പക്ഷേ ഒരു ദിവസം ഇതെല്ലാം പാകത്തിനാകും. ആ പാകം മനസ്സിലാക്കി കഴിഞ്ഞാൽ പിന്നെ ജീവിക്കാൻ വളരെ എളുപ്പമാണ്. ആരാണ്? അപ്പൊ ഞാൻ ആദ്യമായിട്ട് ഇമിറ്റേറ്റ് ചെയ്യുന്നത് നമ്മുടെ സലിംകുമാറിന്റെ ശബ്ദമാണ്. നമ്മൾ സിനിമ കാണുമ്പോൾ ഒരു പരസ്യം കേൾക്കാറുണ്ട്, ടൊബാക്കോ ലീഡ്സ് ടു ക്യാൻസർ എന്നുള്ള ഇംഗ്ലീഷ് വരച്ചും. അപ്പൊ അദ്ദേഹം ഈ ഡയലോഗ് പറഞ്ഞാൽ എങ്ങനെ ഇരിക്കുന്നത്? ഈ അഡ്വർടൈസ്മെന്റ് പറഞ്ഞാൽ ഓക്കെ, ഫൈൻ. Tobacco leads to cancer, cigarette, heart attack, lung disorder. The otherwise, this character of this film do not support any types of tobacco products. ഓക്കെ, ആരാണ് നെക്സ്റ്റ്? അടുത്തതായിട്ട് നമ്മുടെ മുൻ മുഖ്യമന്ത്രി PS അച്യുതാനന്ദൻ സാറിന്റെ. തലനരയ്ക്കുകയല്ല എൻ്റെ വൃദ്ധത്വം, തലനരയ്ക്കാത്തതുമല്ല എൻ്റെ യുവത്വം. പക്ഷേ പുതിയ ദുഷ്പ്രബുദ്ധങ്ങളുടെ മുപ്പിൽ തല കുടിക്കാത്തതാണ് എൻ്റെ യൗവനം, തല കുടിക്കാത്തതാണ് എൻ്റെ യൗവനം. അടുത്ത് ഞാൻ ചെയ്യാൻ മുമ്പിൽ നമ്മുടെ വിനയൻ ഫോർട്ടിന്റെ ശബ്ദം. അദ്ദേഹം ഇന്റർവ്യൂലൊക്കെ പറയുന്നത് അതിന്റെ ലൈവായിട്ടുള്ള വോയിസ്. മാത്തുക്കുട്ടി എൻ്റെ ഫസ്റ്റ് സിനിമ റിലീസ് ചെയ്തപ്പോൾ എന്നെ ഡബ് ചെയ്യാൻ സമ്മതിച്ചില്ല. എനിക്കത് ഭയങ്കര വിഷമമുണ്ടായി. ഇപ്പോൾ എൻ്റെ കരിയർ എടുത്ത് നോക്കുകയാണെങ്കിൽ അതിൽ നല്ല ക്യാരക്ടറാണ് മാലിക്കിലെ ഡേവിഡ്. ഡേവിഡിനെ പറ്റി പറയുകയാണെങ്കിൽ ഡേവിഡ് ഭയങ്കര സിമ്പിളാണ്, അതുപോലെ പവർഫുള്ളാണ്. അടുത്തതായിട്ട് പൃഥ്വിരാജ് സാറിന്റെ വോയിസ്. ഗാന്ധിയെ കൊന്നതിന് രണ്ടു പക്ഷമുള്ള നാടാ സാറ്. ഇവിടെ വോട്ടും നിരോധിക്കും, നോട്ടും നിരോധിക്കും. 4 പേരെ വസ്ത്രമടിച്ച് നടു റോഡിൽ തല്ലുന്നു. അതങ്ങ് ബീഹാറിലല്ലേ? മാംസം കടത്തിയതിന് ഒരാളെ തല്ലിക്കൊല്ലുന്നു. അതങ്ങ് UP-യിലല്ലേ? അല്ല, ഇതല്ല ഇന്ത്യയിലാണ്. ഇന്ത്യയിൽ. അടുത്ത് ഞാൻ ചെയ്യാൻ പോകുന്നതിൽ ആസിഫ് അലി, അദ്ദേഹത്തിന്റെ ലൈവായിട്ടുള്ളത് ഈ കോളേജിലേക്ക് ഇനാഗ്രേഷൻ പോകുമ്പോൾ അദ്ദേഹം പറഞ്ഞു. ആക്ച്വലി ഞാൻ അധികം എങ്ങനെ കോളേജിലൊന്നും ഇനാഗ്രേഷന് പോകാത്തൊരു വ്യക്തിയാണ്. ഞാൻ പ്രാർത്ഥിച്ചിട്ടുണ്ട് എനിക്കൊരു നടനാകണമെന്നും എനിക്കൊരു വലിയൊരു ആക്ടർ ആകണം. എൻ്റെ എല്ലാ പ്രാർത്ഥനകളും ഞാൻ പ്രാർത്ഥിച്ചിരുന്നു. ഞാൻ ഇങ്ങോട്ട് വരുന്ന വഴിക്ക് എൻ്റെ മകൻ ആഡം എൻ്റെ കൂടെ വരാൻ വേണ്ടി നിന്നതാണ്. എന്തായാലും ഇവിടെ വരാൻ സാധിച്ചില്ലുണ്ട്, ഭയങ്കര സന്തോഷം. താങ്ക് യു. ഇനി അത് വൈൻഡപ്പ് ആണോ? നിങ്ങൾ രണ്ടുപേരും കഴിഞ്ഞു? പക്ഷെ തീർന്നിട്ടില്ല. അതെ, ഇനി നമ്മൾ എൻ്റെ വക ഒരു സൈഡിൽ നിന്ന് ഒരു പണിയുണ്ട്. അതാണ് താരത്തിരുമറി. നിങ്ങൾക്ക് അറിയാമായിരിക്കും, ഇപ്പം എപ്പിസോഡൊക്കെ കാണുമ്പോൾ തിരുമറിയിലേക്ക് റെഡിയല്ലേ? ഓക്കെ. അപ്പൊ ആദ്യം ഞാൻ അൻഷാദിന് വേണ്ടിയിട്ടുള്ള വോയിസ് കേൾപ്പിക്കാം. ഓക്കെ? യെസ്, റെഡി. എടി ചങ്ങനാശ്ശേരിക്കാരൻ മത്തായിച്ചന്റെ മോള് ചന്ദ്രിക, നീ എന്നതാടി വിചാരിച്ചേ? നീ അങ്ങ് ഗുഡ് ബൈ പറഞ്ഞു പോയാ ഈ രമണൻ കെട്ടിത്തൊങ്ങി കിടന്ന് ആടുവന്നോ? അത് പണ്ട്. നല്ല ഡയലോഗ് ആയിരുന്നില്ലേ? അടിപൊളി, സൂപ്പർ. ഇത് നമ്മുടെ ഉമ്മൻചാണ്ടി സാർ പറഞ്ഞാൽ എങ്ങനെയിരിക്കും? അയ്യോ, ഉമ്മൻചാണ്ടി സാർ എന്തിനാ എന്നെ ഇങ്ങനെ ദ്രോഹിക്കുന്നതെന്ന് തോന്നുന്നുണ്ടോ? ഓക്കെ. ചങ്ങനാശ്ശേരിയിലുള്ള മത്തായിച്ചന്റെ മോള് ചന്ദ്രിക, നീ എന്നതാണ് കരുതിയത്? നീ അങ്ങ് ഗുഡ് ബൈ പറഞ്ഞു പോയാൽ ഞാൻ രാജിവെച്ച് പുറത്തു പോകുന്നു. അതൊക്കെ പണ്ട് ഞങ്ങൾ UDF ഒറ്റക്കെട്ടായിട്ട് മുമ്പോട്ട് പോവുക തന്നെ ചെയ്യും. നല്ല തിരിച്ചുവരവ് ഞങ്ങൾ നടത്തുകയും ചെയ്യും. നന്ദി, നമസ്കാരം. റെഡി? ഓൾ സെറ്റ്? അയ്യോടാ, കേൾപ്പിക്കട്ടെ? ഓക്കെ, റെഡി. ബാസ്കിംഗ് ഞാൻ പഠിച്ചിട്ടില്ല.
പിന്നെ ഗരാറ്റെ പഠിക്കാൻ ആഗ്രഹം ഉണ്ടായിരുന്നു, നടന്നില്ല. പിന്നെ ഗളരിപ്പൈറ്റ്, അത് കുറെ കാലം പഠിക്കണം പഠിക്കണം എന്ന് പറഞ്ഞ് നടന്നു, ടൈം കിട്ടിയില്ല. ആകെ അറിയാവുന്നത് നല്ല നാടൻ തല്ല, അതൊരു കോമ്പറ്റീഷൻ ഐറ്റം അല്ലാത്തതുകൊണ്ട് ഗപ്പൊന്നും കിട്ടിയില്ല. സൂപ്പർ. ഒരു കിഡിലൻ ഡയലോഗ് അല്ലേ? ഈ ഡയലോഗ് എന്തായാലും അറിയാമായിരിക്കും അല്ലേ? അപ്പം ഈ ഡയലോഗ്, നമ്മുടെ ലാലേട്ടൻ തകർത്ത ഡയലോഗ്, മാമുക്കോയ സാർ പറഞ്ഞാൽ എങ്ങനെയിരിക്കും? ട്രൈ ചെയ്ത് നോക്കാം. ഓസ്കിങ് നമ്മൾ പഠിച്ചിട്ടില്ല, കരാട്ടെ അള്ളാണ് നമ്മൾ കണ്ടിട്ട് പോലില്ല. പിന്നെ കളരി പോയിട്ട് നമ്മൾ വേണ്ടെന്ന് വെച്ച് പിന്നെ ആകരുന്നത് അസ്സലാമു അലൈക്കും വാലൈക്കും അസ്സലാം. അള്ളാ അതിൽ കുറെ മാറ്റങ്ങൾ വരുത്തി അല്ലേ? സ്മാർട്ട് മൂവ്, വെരി ഗുഡ്. അപ്പോൾ രണ്ടുപേരും നല്ല സ്മാർട്ടായിട്ട് പെർഫോം ചെയ്യുന്നുള്ളൊരു കോൺഫിഡൻസ് ഉണ്ടോ? ഉണ്ട്. ഹാപ്പിയാണ്. അപ്പൊ അവർ എത്രത്തോളം എൻജോയ് ചെയ്ത് നമുക്ക് ചോദിക്കാം. നാദിക്ക. നന്നായിരുന്നു, രണ്ടുപേരും നല്ല രസമായിരുന്നു. നമ്മൾ നന്നായിട്ട് എല്ലാവരും എൻജോയ് ചെയ്തു. രണ്ടുപേരും ഗംഭീര കഴിവുള്ള കലാകാരന്മാരാണ്. ചിലപ്പോൾ ഈ എപ്പിസോഡ് കഴിഞ്ഞ് നിങ്ങൾ പുറത്തിറങ്ങുമ്പോൾ നമ്മളൊരു ഡിമാൻഡ് ചെയ്യപ്പെടുന്ന ആർട്ടിസ്റ്റാവും. അപ്പോൾ അതിനൊക്കെ ഭാഗ്യം ലഭിക്കട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നു. താങ്ക് യു സോ മച്ച്. ചേട്ടാ, രണ്ടുപേരും ഒന്നിനൊന്നിനും മെച്ചായിരുന്നു. നല്ല കഴിവുള്ള രണ്ട് കലാകാരന്മാരാണ്. ഒക്കെ പറഞ്ഞതുപോലെ ഒരുപാട് വേദികൾ കിട്ടട്ടെ, ഇനിയും ഒരുപാട് പെർഫോമൻസ് ചെയ്യാൻ പറ്റട്ടെ. നമുക്ക് ഇവിടെ തന്നെ പുതുമയുള്ള പല കാര്യങ്ങളുമായിട്ട് വരാൻ കഴിയട്ടെ. നന്നായിട്ടുണ്ട്, വളരെ നന്നായി രണ്ടുപേരും. താരത്തിരുമറിയാണ് എനിക്ക് കുറച്ചും കൂടി ഇഷ്ടമായത്. അത് ഒരു ഭയങ്കര രസമുള്ള കാര്യം തന്നെയാണ്. ഇവരെന്താ എങ്ങനെ പറയാൻ പോണെന്നുള്ളൊരു ഇതുണ്ട്. പിന്നെ നന്നായിട്ട് പാടുന്ന് പറഞ്ഞല്ലോ മാപ്പിളപ്പാട്ട്. നാദിഷ രണ്ടുപേരും പാടിപ്പിക്കുന്നതിന് കുഴപ്പമുണ്ടോ? ആരാരും മനസ്സിൽ നിന്നൊരിക്കലും മറക്കുവാൻ ആവാത്ത വിധമുള്ളതായ എല്ലാ ആഡംബരങ്ങളും ഒന്നായി കൂട്ടിക്കെട്ടിക്കൊണ്ടാടുന്ന ആനന്ദമൃത കല്യാണം. ആരാരും മനസ്സിൽ നിന്നൊരിക്കലും മറക്കുവാൻ ആവാത്ത വിധമുള്ളതായ എല്ലാ ആഡംബരങ്ങളും ഒന്നായി കൂട്ടിക്കെട്ടിക്കൊണ്ടാടുന്ന ആനന്ദമൃത കല്യാണം.